യൂദാസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളാണ്. ഒന്ന് സെൻറ്റ് ജൂദ് അല്ലെങ്കിൽ യൂദാ സ്ലീഹ, നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന സെൻറ്റ് ജൂദ് അല്ലെങ്കിൽ യൂദാ സ്ലീഹ. മറ്റേയാൾ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കാരിയോത്ത്. യൂദാസ് ഇസ്കാരിയോത്തിനെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട വ്യക്തി എന്ന് വേണേൽ പറയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട വ്യക്തിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന യൂദാസ് ഇസ്കാരിയോത്തിൻ്റെ പേരിലും ഒരു സുവിശേഷം ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, യേശുവിനെ, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കാരിയോത്തിനും പറയാനുണ്ട് ഒരു സുവിശേഷം, യൂദാസ് ഇസ്കാരിയോത്തിൻ്റെ സുവിശേഷം. ആദ്യകാല ക്രിസ്ത്യൻ ലോകത്തിൻ്റെ വൈവിധ്യത്തിലേക്കുള്ള ഒരു ജാലകം പ്രദാനം ചെയ്യുന്ന ഒരു പുരാതന ജ്ഞാനശാസ്ത്ര ഗ്രന്ഥമാണ് യൂദാസിൻ്റെ സുവിശേഷം. ബൈബിളിൽ കാണപ്പെടുന്ന കനോനിക്കൽ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സുവിശേഷം യഥാർത്ഥത്തിൽ യൂദാസ് ഇസ്കാരിയോത്തും യേശുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സവിശേഷമായ ഒരു വീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ യൂദാസിന് ഒരു ഒറ്റിക്കൊടുക്കുന്നവനായിട്ടല്ല, മറിച്ച് യേശുവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയ വിശ്വസ്തനായ ഒരു ശിഷ്യനായാണ് ചിത്രീകരിക്കുന്നത്. യൂദാസിൻ്റെ സുവിശേഷം ജ്ഞാനവാദ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു പ്രധാന ചരിത്രപരവും ദൈവശാസ്ത്രപരമായ രേഖയായി യൂദാസിൻ്റെ സുവിശേഷത്തെ കണക്കാക്കപ്പെടുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് യൂദാസിൻ്റെ പുസ്തകം എഴുതപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. യൂദാസ് ഇസ്കാരിയോത്തിൻ്റെ പുസ്തകം യേശുവിൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയും കുറിച്ചുള്ള ഒരു വിപുലമായ വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല. പകരം അത് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണങ്ങളുടെ ഒരു ശേഖരമാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. യൂദാസിൻ്റെ സുവിശേഷം എഴുതിയത് യൂദാസ് ഇസ്കാരിയോത്താണെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നില്ല. യൂദാസിനെയും യേശുവിൻ്റെയും വ്യക്തിത്വത്തെക്കുറിച്ചും രക്ഷയിൽ യൂദാസിൻ്റെ പങ്കിനെക്കുറിച്ചുമുള്ള യൂദാസിൻ്റെ ഉൾക്കാഴ്ചയെക്കുറിച്ചുമുള്ള ഒരു സുവിശേഷമാണിത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് യേശുവിൽ നിന്ന് യൂദാസിന് ലഭിച്ച ഒരു പ്രത്യേക വെളിപാടിൻ്റെ വിവരണമാണ്. ഈ സുവിശേഷത്തിലെ എഴുത്തുകൾ നാം ഇന്നു കാണുന്ന സുവിശേഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇത് തീർച്ചയായും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മൾ പഠിച്ച കാര്യങ്ങളെയും വെല്ലുവിളിക്കും. ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാകും. ദയവായി ഓർക്കുക, ഇത് അറിവിന് വേണ്ടിയുള്ളത് മാത്രമാണ്. ഇത് ഏതെങ്കിലും വിശ്വാസങ്ങളെയോ പാരമ്പര്യങ്ങളെയോ വെല്ലുവിളിക്കാനുള്ളതല്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതാകും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.